പ്രിയപ്പെട്ടവർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല ഇടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദുആ ചെയ്യാനാണ്. പിന്നെ മരണത്തെക്കുറിച്ച് ഓർക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. ഞങ്ങൾ അറിയിക്കുന്ന ഓരോ മരണവാർത്തയും ഞങ്ങളും വേദന അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ മരണപ്പെട്ടവർക്ക് പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. അപകടത്തിൽ മരണപ്പെട്ടു പോയതാ. മരണം എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണെന്ന് പടച്ച റബ്ബിനല്ലാതെ മറ്റാർക്കും പറയാനാവില്ല. അതുകൊണ്ട് നമ്മൾ മരണത്തിന് വേണ്ടി എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. മരണഭയം ഒഴിവായി കിട്ടും. ജീവിതവും മരണവും നമുക്ക് അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളി സ്വദേശി യൂസഫ് മൻസിലിൽ ഫഹീമാണ് മരണപ്പെട്ടത്. 23 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപകട മരണമാണ്. പിന്നിൽ നിന്നെത്തിയ റിക്കവറി വാന് ബൈക്കിലിടിച്ചു റോഡിലേക്ക് തെറിച്ചു വീണ് യുവാവ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ടു. കൊയിലാണ്ടിയിലാണ് സംഭവം. കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളി സ്വദേശി യൂസഫ് മൻസിലിൽ ഫഹീമാണ് മരണപ്പെട്ടത്. 23 വയസ്സാണ്. എല്ലാവരും ദുആ ചെയ്യണം. ദേശീയപാതയിൽ കൊയിലാണ്ടി വില്ലേജ് ഓഫീസിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ചൊവ്വാഴ്ച രാത്രിയാണ് ഫഹീം സഞ്ചരിച്ച ബൈക്കിൽ പിന്നിൽ നിന്നെത്തിയ റിക്കവറി വാന് ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. പരിക്കേറ്റ ഫഹീമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. യൂസഫ് മൻസിലിൽ ബാവയുടെയും ഫാത്തിമയുടെയും ഏക മകനായ ഫഹീം പെയിന്റ് തൊഴിലാളിയായിരുന്നു. പടച്ച റബ്ബേ, 23 വയസ്സേ ഉള്ളൂ. ജോലി ചെയ്യുന്ന ആ മകനാണ്. എന്താ ചെയ്യാ? പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതണം. ആകെ ഉള്ള ഏക മകനാണ്. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും റബ്ബ് കൊടുക്കട്ടെ. ആമീൻ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പിടുങ്ങനെയുള്ള അപകട മരണങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഈ മരണപ്പെട്ട സഹോദരന്റെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അപകട മരണമാണ് റബ്ബേ. സ്വർഗീയ പൂങ്കാവനം തന്നെ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ മയ്യത്ത് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഈ മയ്യത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. എല്ലാവരും പറ്റുന്ന എല്ലാവരും യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കാൻ എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.